സോ ഗുഡ് ഈവനിങ് ടു ഓൾ. നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ബാങ്കിങ്ങിന്റെ 20 ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അതേ നേച്ചറിലോ വരാനാണ് ചാൻസ്. പിന്നെ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അപ്ഡേറ്റഡ് പോയിന്റുകൾ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ബാങ്കിലാണ്. പിന്നെ പ്രാക്ടിക്കൽ സെൻസിലേക്ക് ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ട്. സോ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം വർക്ക്ഔട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സോ നമ്മുടെ ക്ലാസ് ഓൾമോസ്റ്റ് നമുക്കൊരു 10-20 മിനിറ്റ് ലേറ്റ് ആണ്. സോ നിങ്ങൾ എപ്പോൾ ക്ലാസ്സിൽ കയറിയാലും ബാങ്കിങ്ങിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക്, നിങ്ങൾ പെണ്ണ് കയ്യിൽ വെച്ചേക്കുക. നമ്മൾ എക്സ്ട്രാ പോയിന്റുകൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് നോട്ട്സ് ആയിട്ട് കിട്ടുന്നതൊക്കെ ആയിരിക്കാം. ദെൻ എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ആൾക്കാർ വരുന്നവർ വന്നോട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് പോകാം. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങളുടെ മെസ്സേജുകളോ അല്ലെന്നുണ്ടെങ്കിൽ വോയിസ് കമാൻഡ് ആയിട്ട് തരിക. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ 14 ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ. അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ആൻസർ വളരെ എളുപ്പമാണ്. ആർക്കെങ്കിലും ആൻസർ പറയാമോ? സോ നമ്മുടെ ആദ്യം 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത് എന്താണെന്നറിയാമോ? 1969. വെരി ഗുഡ്. 1969 നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. സോ ആ നാഷണലൈസ് ചെയ്ത ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് നാഷണലൈസ് ചെയ്യാൻ കാരണമായ നിയമം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അതായത് നമ്മുടെ രാജ്യത്തെ 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത് 1969. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആരാണെന്ന് നമുക്കറിയാം. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. സോ ആ നാഷണലൈസേഷന് കാരണമായ നിയമം ഏതായിരുന്നു? ആർക്കെങ്കിലും കമന്റ് ചെയ്യാമോ? ഇന്ത്യയിൽ നാഷണലൈസേഷന് കാരണമായ നിയമം ഏതായിരുന്നു? എനി കമന്റ്? ആർക്കെങ്കിലും കമന്റ് ഉണ്ടോ? 20 പോയിന്റ് പ്രോഗ്രാം അല്ല. 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടല്ല നാഷണലൈസേഷൻ വന്നത്. ഓക്കെ, നാഷണലൈസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇല്ല. നാഷണലൈസേഷൻ ആക്ട് തെറ്റാണ്. ഓക്കെ, നമുക്കിത് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. നമ്മുടെ ആക്ടിന്റെ പേര് നിങ്ങൾ എഴുതിക്കൊള്ളുക. ആക്ടിന്റെ പേരെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ്, ദെൻ ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ എഴുതുന്നത്. നമുക്ക് ബ്രാക്കറ്റ് ഇടുമ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ ഓഫ് ചേർത്താണ് വായിക്കുന്നത്. അതായത് ബാങ്കിങ് കമ്പനീസ് ബ്രാക്കറ്റിൽ അക്വിസിഷൻ അല്ല അത് വായിക്കണ്ടേ, ബാങ്കിങ് കമ്പനീസ് ഓഫ് എന്ന് പറഞ്ഞാണ് അത് വായിക്കേണ്ടത്. സോ ആക്ടിന്റെ പേര് ഇങ്ങനെയാണ്, ബാങ്കിങ് കമ്പനീസ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ OF എഴുതി വെക്കേണ്ട, നിങ്ങൾ എന്തിട്ടാ മതി, ബ്രാക്കറ്റ് ഇട്ടാ മതി. ബാങ്കിങ് കമ്പനീസ് ഓഫ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്. അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്. ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ബില്ല് 1969. ബിൽ 1969. അതായത് ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ബില്ല് 1969. അതായത് ഈ ബില്ല് പാസ്സാക്കിക്കൊണ്ടാണ് എന്ത് വന്നത്, ഈ പറയുന്ന നാഷണലൈസേഷൻ സാധ്യമായത്. ആദ്യം ഒരു ബില്ലായിട്ടാണ് വന്നത്. അതിനുശേഷം ആ ബില്ലിനെ എന്ത് ചെയ്തു, പിന്നെ നിയമമാക്കി എടുക്കുകയാണ്. ആ ബില്ല് വന്ന 1969. ഇതിന്റെ ആക്ടും കാര്യങ്ങളൊക്കെ വരുന്ന 1970. സോ ആ ഒരു ആക്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ബാങ്കിങ് കമ്പനീസ് ഓഫ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ബിൽ, അത് 1969. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒന്നാം ഘട്ട നാഷണലൈസേഷൻ സാധ്യമാക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെ കുറച്ച് പോയിന്റുള്ള ഞാൻ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം. നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ 3 ഘട്ടമായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ബാങ്ക് വന്നപ്പോൾ തൊട്ട്, അതായത് ഒന്നാമതായിട്ട് നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വരുന്ന ആ ടൈം തൊട്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ 1947 വരെയുള്ള ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന RBIയുടെ നാഷണലൈസേഷൻ മുതൽ 1991 മുമ്പ് വരെയുള്ള ആ ഒരു ടൈം. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം RBI നാഷണലൈസ് ചെയ്ത് 1991 വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് ഫേസ് ആണ്. സോ സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്കിങ് ഡെവലപ്മെന്റിലാണ് എന്ത് തുടങ്ങിയത്, നമ്മുടെ ഈ പറയുന്ന ബാങ്കുകളുടെ നാഷണലൈസേഷൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ CSEB-ക്കകത്ത് നോർമലി നമുക്ക് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ നിങ്ങളൊരു PSC ആണ് എഴുതുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന, നിങ്ങളാണെങ്കിൽ ഇപ്പൊ CSEB എഴുതുന്നവർക്ക് പലർക്കും നമുക്ക് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റികളുടെ എക്സാമോ ഒക്കെ ഒരുപാട് PSC എക്സാമുകൾ വരുന്നുണ്ട്.
സോ അങ്ങനെയുള്ള PSC യിൽ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഏത് ഫേസിലാണ്? ഇത് സെക്കൻഡ് ഫേസിലാണ്. അതായത് നാഷണലൈസേഷൻ, ബാങ്കുകളുടെ നാഷണലൈസേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിലാണ് സംഭവിച്ചത്. ഓക്കെ, ദെൻ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു 1969 14 ബാങ്കുകളെയാണ് നമ്മൾ നാഷണലൈസ് ചെയ്തത്. അപ്പൊ 14 ബാങ്കുകളെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 14 ബാങ്കുകളെ, സ്പീഡ് കുറയ്ക്കാലോ, കുഴപ്പമില്ല, സ്പീഡ് കുറയ്ക്കാം, ശ്രദ്ധിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു 14 ബാങ്കുകളെ അല്ല നമ്മൾ നാഷണലൈസ് ചെയ്തത്. സോ നമ്മൾ നാഷണലൈസ് ചെയ്തത് ചില ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ടാണ്. സോ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകളെ നമ്മൾ പബ്ലിക് സെക്ടറിലേക്ക് കൊണ്ടുവരുന്ന, ഗവൺമെന്റ് ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നാഷണലൈസേഷൻ. സോ നാഷണലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്സാക്കിയ നിയമം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബാങ്കിങ് കമ്പനീസ് ഓഫ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ബിൽ 1969 ആണ്. അത് പ്രകാരം 14 ബാങ്കുകളെ സെലക്ട് ചെയ്തു, പ്രൈവറ്റ് ബാങ്കുകളെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത പ്രൈവറ്റ് ബാങ്കുകൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 50 കോടിയോ അതിൽ കൂടുതലോ ആയിരുന്നു. ഓക്കെ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. 14 ബാങ്ക്സ് വിത്ത് capital structure more than 50 crore. Capital structure more than 50 crore. Capital structure more than 50 crore were nationalized. Okay, ആ 14 ബാങ്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ 14 ബാങ്കുകൾക്ക് മിനിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എത്രയുണ്ടായിരുന്നു എന്നാ പറയുന്നത്? 50 കോടിയോ അതിൽ കൂടുതലോ ഉണ്ടായിരുന്നു. 50 കോടിയോ അതിൽ കൂടുതലോ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കാം, പല ഗൈഡുകളിലും ഷെയർ ക്യാപിറ്റൽ 50 കോടി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഷെയർ ക്യാപിറ്റൽ 50 കോടി എന്നല്ല കറക്റ്റ്. ഇത് ഈ ലോയിൽ നമ്മൾ ഈ പറഞ്ഞല്ലോ, ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് ഉൾപ്പെടെ അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, സോ ആ രീതിയിലാണ് അത് വന്നേക്കുന്നത്. ദെൻ നിങ്ങൾക്കറിയാം ആസ് യൂഷ്വൽ രണ്ടാം ഘട്ട നാഷണലൈസേഷൻ എന്നാണ്? രണ്ടാം ഘട്ട നാഷണലൈസേഷൻ ആർക്കെങ്കിലും പറയാമോ? രണ്ടാം ഘട്ട നാഷണലൈസേഷൻ 1980 ഏപ്രിൽ 15, 1980. ഒന്നാം ഘട്ട നാഷണലൈസേഷൻ എന്ന് പറയുന്നത് 19 ജൂലൈ 1969. നമുക്കറിയാം 6 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. അവിടെ 6 ബാങ്കുകൾ എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തത്? അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ 200 കോടിയോ അതിൽ കൂടുതലോ, 200 കോടിയോ അതിൽ കൂടുതലോ ഉള്ള ഈ ബാങ്കുകളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടാം ഘട്ടത്തിൽ നാഷണലൈസ് ചെയ്തത്. ക്ലിയർ ആണോ നാഷണലൈസേഷൻ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കുക. സോ 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന പ്രൈവറ്റ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട നാഷണലൈസേഷൻ ഇതിനു മുമ്പും നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്ത ബാങ്ക് ഏതാ? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്ത ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയും? ഡേറ്റ് പറഞ്ഞുതരാം, ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാം. സ്വതന്ത്ര ഭാരതത്തില്, സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ എന്നാ വന്നേന്നൊക്കെ ഒന്ന് ആലോചിക്കണേ. SBI അല്ല, SBIക്ക് മുമ്പേ RBI ആണ് നാഷണലൈസ് ചെയ്ത ആദ്യത്തെ ബാങ്ക്. RBI. നമ്മൾ ഭാരതത്തിൽ നാഷണലൈസ് ചെയ്ത ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? RBI ആണ്. രണ്ടാമത്തെ ബാങ്കാണ് SBI. അതിനുശേഷം 2 പ്രധാനപ്പെട്ട നാഷണലൈസേഷൻ വന്നു. ആ നാഷണലൈസേഷനുകളാണ് 1969 1980 നാഷണലൈസേഷൻ. ഇനി 1969 നാഷണലൈസേഷന്റെ എക്സാക്ട് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 19, 1969 ആണ്. ജൂലൈ 19, 1969. ജൂലൈ 19, 1969 ആണ്. 1980 നാഷണലൈസേഷന്റെ ഡേറ്റ് ഏപ്രിൽ 15, 1980 ആണ്. ഏപ്രിൽ 15, 1980. ഏപ്രിൽ 15, 1980 ആയിരുന്നു. ഓക്കെ, നമ്മൾ പറയാറില്ലേ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം ഒക്കെ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രാഞ്ച് ബാങ്കിങ് ആണെന്ന് നമ്മൾ പറയാറില്ലേ? ആ ബ്രാഞ്ച് ബാങ്കിങ്ങിനൊക്കെ കാരണമായത് നാഷണലൈസേഷൻ ആണ്. ബ്രാഞ്ച് ബാങ്കിങ്ങിന് കാരണമായത് നാഷണലൈസേഷൻ ആണ്. കാരണം ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസേഷന് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് ഏത് സിസ്റ്റത്തിലായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാമോ? ഏത് ബാങ്കിങ് സിസ്റ്റത്തിലായിരുന്നു നമ്മുടെ പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസേഷന് മുമ്പ് പ്രവർത്തിച്ചിരുന്നത്? ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ചോദ്യം വ്യക്തമായില്ലേ? ഒന്നുകൂടെ പറയണേ. നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ബാങ്കുകൾ
1969 നാഷണലൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമായും ഏത് സിസ്റ്റത്തിലായിരുന്നു, ഏത് ബാങ്കിങ് സിസ്റ്റത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. അതായത് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം, അതായത് ഇന്ത്യൻ ബാങ്ക്സ് ബിഫോർ നാഷണലൈസേഷനകത്ത് ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തില്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാങ്ക്, അതിന് എന്തില്ല, മറ്റു ബ്രാഞ്ചുകളൊന്നുമില്ല, അതിന്റെ ഹെഡ് ഓഫീസ് അവിടെ വെച്ച് തന്നെ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നു. സോ ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തെ നമുക്ക് വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് ബാങ്കിങ്. ഓക്കെ, സോ യൂണിറ്റ് ബാങ്കിങ്, ആ യൂണിറ്റ് ബാങ്കിങ് ആയിരുന്നു നമ്മൾ എന്ത് പറയുന്നത്, ഈ ബ്രാഞ്ച് ബാങ്കിന് മുമ്പ്, ഈ നാഷണലൈസേഷന് മുമ്പ് ഇന്ത്യയിലെ മിക്ക ബാങ്കിങ് സെക്ടർ എന്തായിരുന്നു? നമ്മുടെ യൂണിറ്റ് ബാങ്കിങ് ആയിരുന്നു. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ നമുക്ക് അവസരങ്ങൾ തരാം. സോ ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ടൈം കുറവാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following document is not considered to be an officially valid document in KYC? KYC means know your customer. താഴെ പറയുന്നതില് ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ്സ് ഓഫ് KYC ആയിട്ട് അംഗീകരിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആൻസറിനകത്ത് പാസ്പോർട്ട് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ലെറ്റർ ഇഷ്യൂഡ് ബൈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇൻ PR. ആൻസർ പറയാമോ? ഓക്കെ, എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പാൻ കാർഡ് ആണ്. ആൻസർ എന്ന് പറയുന്നത് പാൻ കാർഡ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, KYC എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണല്ലോ. KYC എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ടു ബി ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് KYC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ജനറൽ ആയിട്ടൊരു KYCയുടെ കണ്ടന്റ് ആണ് ചോദിച്ചത്, അല്ലാതെ ബാങ്കുകൾക്ക് വേണ്ടി മാത്രം. അതായത് ബാങ്കിൽ നമ്മൾ KYCക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആധാർ കൊണ്ട് കൊടുക്കാൻ പറയും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആധാർ തന്നെയാണ് മേടിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ആൻസർ അല്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും, ഒരു ബാങ്കിങ് കോൺസെപ്റ്റിൽ ചിന്തിച്ചാൽ. എന്നാൽ ജനറൽ കോൺസെപ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് നിങ്ങളുടെ KYC ഡോക്യുമെന്റ് ആണ്, ഡ്രൈവിംഗ് ലൈസൻസ് KYC ഡോക്യുമെന്റ് ആണ്, അതേപോലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ലെറ്ററും നിങ്ങളുടെ എന്താണ്, ഈ പറയുന്ന KYC ആണ്. ഓക്കെ, സോ KYC മീൻസ് നോ യുവർ കസ്റ്റമർ. അതായത് യു ഷുഡ് ഐഡന്റിഫൈ യുവർ കസ്റ്റമർ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, KYC വരുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പിട്ട് ഈ പാൻ കാർഡ് വന്നതുകൊണ്ട് ബാങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് KYC എന്ന് പറയുന്നത് പ്രൈമറി KYC ഉണ്ട്, അഡീഷണൽ KYC ഉണ്ട്. എവിടെ മാത്രം? ബാങ്കുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്കൊരു പ്രാക്ടിക്കൽ സെൻസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ബാങ്കിൽ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ്. രണ്ട് തരത്തിലുള്ള KYC ഉണ്ട്. പ്രൈമറി KYC ഉണ്ട്, അതേപോലെ തന്നെ അഡീഷണൽ KYC ഉണ്ട്. പ്രൈമറി KYC എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ ആവശ്യമായ KYC ഡോക്യുമെന്റ്. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ ആ ഒരു ഡോക്യുമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി KYC. സോ പ്രൈമറി KYC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ബാങ്കിൽ പറയുന്നത് ആധാർ കാർഡാണ്. പ്രൈമറി KYC എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ആധാർ കാർഡാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അഡീഷണൽ KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡീഷണൽ സർവീസുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡീഷണൽ KYC. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് 50,000 മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, നിങ്ങൾക്കറിയാം ഫോം 60 ആണെങ്കിൽ ഫില്ല് ചെയ്ത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ യൂസ് ചെയ്യാം. എന്നാലും നിരന്തരം നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പാൻ കാർഡ് ഇല്ലാതെ ചെയ്യാൻ സാധ്യമല്ല. സോ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എന്ത് വേണ്ട? ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പാൻ കാർഡിന്റെ ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എന്തിന്റെ ആവശ്യമില്ല? പാൻ കാർഡിന്റെ ആവശ്യമില്ല. എന്നാൽ പാൻ കാർഡിന്റെ ആവശ്യം എവിടെ വരുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. പാൻ കാർഡിന്റെ ആവശ്യം എവിടെ വന്നുണ്ട്? 50,000 മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പാൻ കാർഡ് വേണം. സോ ഇൻ ബാങ്കിങ് സെക്ടർ പാൻ കാർഡ് റെഫർ ടു ആസ് എ അഡീഷണൽ KYC. ഓക്കെ, ബാങ്കിൽ ഒരു അഡീഷണൽ KYC ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന എന്ത് പാൻ കാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്റെ 1-2 ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ട് നമുക്ക് നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, KYC മാൻഡേറ്ററി ആക്കുവാൻ കാരണമായ നിയമം ഏതാണ്? ആൻസർ പറഞ്ഞേ. KYC മാൻഡേറ്ററി ആക്കുവാൻ കാരണമായ നിയമം ഏതാണ്? ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞേ. PMLA ആക്ട്. വെരി ഗുഡ്, PMLA ആക്ട് ആണ്. ഓക്കെ, PMLA ആക്ട് ആണ്. അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. അതായത്
നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, അത് വ്യക്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് തന്നെ എഴുതണം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, KYC നിർബന്ധമാക്കിയ, KYC മാൻഡേറ്ററി ആക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? PMLA ആക്ട് ആണ്. അതേതാണ്? PMLA ആക്ട് ആണ്, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. എന്റെ അടുത്ത ക്വസ്റ്റ്യനോടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ബാങ്കുകളുടെ KYC റിക്വയർമെന്റ് എവിടെയാണ് പറയുന്നത്? ബാങ്കുകളുടെ KYC റിക്വയർമെന്റ് എവിടെയാണ് പറയുന്നത്? എവിടെയാണ് പറയുന്നത്? ഓക്കെ, രണ്ട് ആൻസർ വന്നു. BR ആക്ടും വന്നു, RBI ഗൈഡ് ലൈൻസും വന്നു. BR ആക്ടും വന്നു, RBI ഗൈഡ് ലൈൻസും വന്നു. രണ്ടും ഒരു തരത്തിൽ ശരിയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം നമ്മള് RBIയുടെ ഗൈഡ് ലൈൻ ആണ്. ശ്രദ്ധിക്കാതെ ഞാൻ ക്ലിയർ ആക്കി തരാം, എന്നിട്ട് എങ്ങനെ ആൻസർ എഴുതണമെന്നും പറയാം. ഓക്കെ, സോ RBIയുടെ ഗൈഡ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? KYC എന്ന് പറയുന്നത്. RBIയുടെ ഗൈഡ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? KYC എന്ന് പറയുന്നത്. സോ RBIയുടെ ഗൈഡ് ലൈനിലൂടെ നമ്മൾ KYC ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഇഷ്യൂ ചെയ്യുന്നത് RBI ഗൈഡ് ലൈൻ മുഖാന്തരമാണ്. എന്നാൽ RBIയുടെ ഗൈഡ് ലൈനുകൾ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് വരുന്നത്? BR ആക്ടിന്റെ സെക്ഷൻ 35A ഓക്കെ, BR ആക്ടിന്റെ സെക്ഷൻ 30. സോ ഇത് നിയമത്തിൽ എവിടെ പറയുന്നു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ BR ആക്ട് സെക്ഷൻ 35A ആണ് ആൻസർ. ഓക്കെ, ഇനി KYC പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. അതായത് 3 രീതിയിലാണ് KYCയുടെ അപ്ഡേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 3 തരത്തിലാണ്. ഓക്കെ, അതായത് ഒരാളുടെ ഹൈ റിസ്ക് കസ്റ്റമർ ആണെങ്കിലും മീഡിയം റിസ്ക് കസ്റ്റമർ ആണെങ്കിലും ലോ റിസ്ക് കസ്റ്റമർ ആണെങ്കിലും ഓരോരോ ടൈം പീരീഡ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ആൻസർ തരിക. അതായത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് പറയുന്നു, നിങ്ങളുടെ ആധാർ കാർഡ് കുറച്ച് ദിവസമായില്ലേ, അതൊന്നും കൂടെ കൊണ്ടുവരണം, ബാങ്കിൽ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ ഉപയോഗിക്കാതിരുന്ന അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് പോലും ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, സോ ഒരു കസ്റ്റമർ ഹൈ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട വർഷം എത്ര വർഷം കൂടുമ്പോഴാണ്? വെരി ഗുഡ്, 2 വർഷം കൂടുമ്പോഴാണ്. എത്ര വർഷം കൂടുമ്പോഴാണ്? 2 വർഷം കൂടുമ്പോഴാണ്. അതായത് ഒരു ഹൈ റിസ്ക് കസ്റ്റമറുടെ KYC, അതായത് നിങ്ങളൊരു ഹൈ റിസ്ക് കസ്റ്റമർ ആണ് എങ്കിൽ നിങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും നിങ്ങളുടെ KYC ഡോക്യുമെന്റ് നിങ്ങൾ കൊടുത്ത ആധാർ ബാങ്കിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ദെൻ മീഡിയം റിസ്ക് ആണെങ്കിൽ എത്രയാണെന്ന് അറിയാമോ? ഓക്കെ, 8 വർഷമാണ്. കറന്റ് 8 വർഷമാണ്. ഇടയ്ക്ക് വെച്ചിട്ട് അത് 5 വർഷമാക്കണമെന്ന് പറഞ്ഞൊരു റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ സജഷൻ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് RBI ഗൈഡ് ലൈനിൽ തിരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. എവിടെയെങ്കിലും അതിനെക്കുറിച്ച് വായിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എത്രയാണ് നമുക്കിത്? എത്ര വർഷമാണ്? 8 വർഷമാണ്. ഓക്കെ, ലോവർ റിസ്ക് ആണെങ്കിലോ? 10 വർഷം. 10 വർഷം. ലോവർ റിസ്ക് ആണെങ്കിൽ 10 വർഷം. സോ ഹൈ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷം? ഹൈ റിസ്ക് എന്ന് പറയുന്നത് 2 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. മീഡിയം റിസ്ക് ആണെങ്കിൽ ഓരോ 8 വർഷം കൂടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ആധാർ നിങ്ങൾ എവിടെ കൊണ്ടു കൊടുക്കണം? ബാങ്കിൽ കൊണ്ടു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ദെൻ അതേപോലെ തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ലോവർ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ KYC എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നിങ്ങളുടെ KYC ഡോക്യുമെന്റ് ഒരു തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സബ്മിറ്റ് ചെയ്താൽ, അതായത് NBFCകളിലോ അതല്ലെന്നുണ്ടെങ്കിൽ ബാങ്കുകളിലോ നിങ്ങളുടെ KYC സബ്മിറ്റ് ചെയ്താൽ ആ KYC ഒരു സെൻട്രൽ രജിസ്ട്രിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കും. അതായത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ KYC ഡോക്യുമെന്റ് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത് വെക്കും. ആ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ഏതാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? എനി ആൻസർ? CKYC ആണ് കേട്ടോ. CKYC, സെൻട്രൽ KYC രജിസ്ട്രി. ഓക്കെ, സെൻട്രൽ KYC രജിസ്ട്രി. സെൻട്രൽ KYC രജിസ്ട്രി. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ഇനി വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ നമുക്ക് KYC തൽക്കാലം നമുക്കാണെങ്കിൽ എൻഡ് ചെയ്യാം. കുറച്ച് പോയിന്റ് കൂടെ നമുക്ക് എല്ലാം നോട്ട്സിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. ദെൻ ഒരു ചോദ്യം കൂടെ ഉണ്ട്.
എന്റെ ചോദ്യം ഇതാണ്, സെൻട്രൽ KYC അത് രജിസ്റ്റർ ചെയ്യണം. അതായത് നിങ്ങളുടെ KYC ഡോക്യുമെന്റ്, നിങ്ങളുടെ ആധാർ ഡോക്യുമെന്റും നിങ്ങൾ കൊടുക്കുന്ന പാൻ കാർഡ് ഡോക്യുമെന്റ് ഒക്കെ ഒരു തവണ നിങ്ങൾ ബാങ്കിൽ കൊടുത്താൽ അത് രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CKYC അഥവാ സെൻട്രൽ KYC രജിസ്ട്രി എന്ന് പറയുന്നത്. സോ ഈ CKYCയെ മാനേജ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ KYC മാനേജ്ഡ് ബൈ ഹു? NFS അല്ല, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറയുന്നത് ATMകളുടെ ഷെയർഡ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, NFS അല്ല. ഇനി ആൻസർ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? CKYCയെ മാനേജ് ചെയ്യുന്നത് RBI അല്ല. അതിൽ വേറെ മറ്റൊരു എന്തോ കേട്ടില്ല. സെർസായി. വെരി ഗുഡ്, സെർസായി ആണ്. സെർസായി റൈറ്റ് ആൻസർ എഴുതിക്കൊള്ളുക. CKYC മാനേജ്ഡ് ബൈ സെർസായി. CERSAI. സെർസായി. അതായത് സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ഓക്കെ, ഫുൾ ഫോം ഒന്നുകൂടെ ഞാൻ നിർത്തി പറയാം. സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അസറ്റ് റീകൺസ്ട്രക്ഷൻ and security interest. സെർസായി. ഓക്കെ, സെർസായി എന്ന് പറയുന്നത് നമ്മുടെ സർഫേസി ആക്ടിനകത്താണ് വരുന്നത് കേട്ടോ. സെർസായി സർഫേസി ആക്ടിനകത്തെ മോർഗേജുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ് സെർസായി. ഓക്കെ, അത് വിട്ടേക്കോ, കുഴപ്പമില്ല. ഓക്കെ, സെർസായി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞു, ഒരു ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ലേറ്റസ്റ്റ് ന്യൂസ് കൂടെ എടുത്ത് പഠിക്കാന്നുണ്ടെങ്കിൽ എക്സാം അടുപ്പിച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു KYC രണ്ട് തരത്തിലാണ് ബാങ്കുകൾ. ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് കിട്ടിയിരിക്കുന്ന ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പാൻ കാർഡാണ്. ബാങ്കിലേക്ക് വരികയാണെങ്കിൽ KYC രണ്ടായിട്ട് തരംതിരിക്കുന്നു. മെയിൻ KYCയും അഡീഷണൽ KYC ഉണ്ട്. അതായത് പ്രൈമറി KYC ഉണ്ട്, അഡീഷണൽ KYC ഉണ്ട്. നമുക്കറിയാം അഡീഷണൽ KYC ആണ് എന്ത്? പാൻ കാർഡ് എന്ന് പറഞ്ഞു. ഇനി KYC എന്ന് പറയുന്നതിനെ രജിസ്റ്റർ ചെയ്യുന്ന CKYC ആണ്. അതിനെ മാനേജ് ചെയ്യുന്നത് സെർസായി ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈം പീരീഡ് 3 ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് എന്നാണ്? ഒന്നാമത്തേന്ന് പറയുന്നത് ഹൈ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ ഓരോ 2 വർഷം കൂടുമ്പോൾ, ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ 10 വർഷം കൂടുമ്പോൾ, മീഡിയം ആണെങ്കിൽ 8 വർഷം. അതായത് ഹൈ 2 വർഷം, മീഡിയം 8 വർഷം, ലോ റിസ്ക് 10 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ KYC അത് പഠിച്ചെന്ന് വെച്ചാൽ KYC മാൻഡേറ്ററി ആക്കിയ നിയമമാണ് ചോദിക്കുന്നെങ്കിൽ അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്, PMLA ആക്ട് ആണ്. എന്നാൽ KYC മാൻഡേറ്ററി ആക്കിയതല്ലാതെ KYC ബാങ്കുകളുടെ KYC എവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് അത് ഉദ്ദേശിക്കുന്ന ഒരു ആക്ട് ആണെങ്കിൽ അത് RBI ആക്ട് അല്ല, BR ആക്ട് ആണ്. തിരിഞ്ഞു പോലെ അത് BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 35A പറയുന്നത്. 35A എന്താണ് പറയുന്നത്? 35A പറയുന്നതാണ് എന്ത്? നമ്മുടെ RBI ഗൈഡ് ലൈൻ. RBIയുടെ ഗൈഡ് ലൈനുകൾ എല്ലാം പറയുന്നത് എവിടെയാണ്? 35A. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ ഡാഷ് എന്ന് കൊടുത്തേക്കുന്നത്. ഈസി ആൻസർ ആണ്. ആർക്കെങ്കിലും പറയാമോ? ഈസി ആൻസർ ആണ്. ബാങ്കേഴ്സ് ലീൻ ഏതാണ്? ഓപ്ഷൻ ബി, ഇംപ്ലോയിഡ് പ്ലെഡ്ജ് ആണ്. ബാങ്കറിന്റെ ലീൻ എന്ന് പറയുന്നത് ഇംപ്ലോയിഡ് പ്ലെഡ്ജ് ആണ്. ഓക്കെ, ഇംപ്ലോയിഡ് പ്ലെഡ്ജ് ആണ്. ഓക്കെ, എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. പ്ലെഡ്ജ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്ലെഡ്ജ് ഡിഫൈൻഡ് ഇൻ വിച്ച് ആക്ട്? ഏത് ആക്ടിലാണ് പ്ലെഡ്ജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോൺട്രാക്ട് ആക്ട് അല്ല. പ്ലെഡ്ജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിലാണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അല്ല. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? സർഫേസിക്കകത്തല്ല. ഏതാന്ന് പറയാമോ? ശ്രദ്ധിക്കാം, രണ്ടിടത്താണ് നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, ഒന്ന്
നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും വരുന്നുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും വരുന്നുണ്ട്. എന്നാൽ പ്ലെഡ്ജിന് പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് കേട്ടോ. പ്ലെഡ്ജ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പ്ലെഡ്ജ് അല്ല ലീൻ. ഓക്കെ, ലീന്. പ്ലെഡ്ജ് അല്ല ലീന്. ഞാൻ ചോദിച്ചതിനകത്ത് മിസ്റ്റേക്ക് പറ്റുന്നത്, ഞാൻ ലീനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചേ. നിങ്ങൾ പ്ലെഡ്ജ് ആണോ എടുത്ത് ചോദിച്ചത്? ഹലോ, പ്ലെഡ്ജ് എന്നാണോ ചോദിച്ചത്? സോറി, ഞാൻ ക്വസ്റ്റ്യൻ റിലേറ്റഡ് വായിച്ചത് മിസ്റ്റേക്ക് വന്നു പോയതാ. പ്ലെഡ്ജ് അല്ല, ലീൻ ആണ്. ലീൻ ഡിഫൈൻ ചെയ്യുന്ന എവിടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്ട്രീമിൽ ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ലീൻ ഡിഫൈൻഡ് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് കേട്ടോ. ലീൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് കേട്ടോ. ലീൻ ഡിഫൈൻഡ് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഓക്കെ, സെയിം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലീന്റെ ഡെഫിനിഷൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും വന്നിട്ടുണ്ട്. ബട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ഒരെണ്ണത്തിനകത്ത് നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ അത് വിട്ടേക്കുക. ശ്രദ്ധിക്കുക, ലീനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ലീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഡെറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വായ്പ കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, അതിന് പകരമായിട്ട് നിങ്ങൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത് വരെ പിടിച്ചു വെക്കാനുള്ള അവകാശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീൻ എന്ന് വിളിക്കുന്നത്. സോ ലീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ ഈടായിട്ട് എന്തെങ്കിലും തന്നിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആ എമൗണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നത് വരെയും ആ ഒരു അസറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഏൽപ്പിച്ച ആ ഒരു സാധനം ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കാനുള്ള എന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ലീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ലീൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പർട്ടിക്കുലർ ലീനും ഒന്ന് ജനറൽ ലീനുമാണ്. ലീൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പർട്ടിക്കുലർ ലീൻ, രണ്ട് ജനറൽ ലീൻ. രണ്ട് തരത്തിലാണ് ലീൻ ഉള്ളത്. സോ പർട്ടിക്കുലർ ലീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി മാത്രം പിടിച്ചു വെക്കുവാനുള്ള അവകാശത്തെ വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർ. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ എന്റെ കയ്യിൽ നിങ്ങളുടെ ഫോൺ തന്നിട്ട് നിങ്ങൾ എന്നെ കാശ് മേടിച്ചുകൊണ്ട് പോയി കടമായിട്ട്. അവിടെ എനിക്ക് നിങ്ങളുടെ ഫോൺ മാത്രമേ പിടിച്ചു വെക്കുവാൻ അനുവാദമുള്ളൂ എങ്കിൽ, അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ ലീനാണ്. അതെന്താണ്? പർട്ടിക്കുലർ ലീനാണ്. ഇനി ജനറൽ ലീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിന് പുറമെ എനിക്ക് ക്ലെയിം ഉള്ള മറ്റേതെങ്കിലും അസറ്റുകൾ കൂടി പിടിച്ചു വെക്കാൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ലീൻ. സോ ലീൻ രണ്ടു തരം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലീൻ രണ്ടു തരം എന്ന് വെച്ചാൽ, ലീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒന്ന് പർട്ടിക്കുലർ ലീനും ഉണ്ട്, ജനറൽ ലീനും ഉണ്ട്. ഒരു പർട്ടിക്കുലർ അസറ്റ് മാത്രം പിടിച്ചു വെക്കാനുള്ള അവകാശത്തെ നമ്മൾ വിളിക്കുന്ന പേര് പർട്ടിക്കുലർ ലീൻ എന്നും, എന്നാൽ അത് കൂടാതെ മറ്റ് അസറ്റുകൾ കൂടി പിടിച്ചു വെക്കാൻ, റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശത്തെ വിളിക്കുന്ന പേര് ജനറൽ ലീൻ എന്നാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കാം. നമുക്കിത് നോട്ട്സ് ആയിട്ട് ഞാൻ തരികയും ചെയ്യാം. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെന്ന് പറയുന്നത് ഒരു അവകാശമാണെന്ന് പറഞ്ഞു. സോ ലീൻ ആരുടെ അവകാശമാണ്? ആൻസർ തരാമോ ആർക്കെങ്കിലും? ലീൻ ആരുടെ അവകാശമാണ്? ക്രെഡിറ്ററുടെ. വെരി ഗുഡ്, ക്രെഡിറ്ററുടെ അവകാശമാണ്. ലീൻ എന്ന് പറയുന്ന ആരുടെ അവകാശമാണ്? ക്രെഡിറ്ററിന്റെ അവകാശമാണ്. ലീന് ക്രെഡിറ്ററിന്റെ അവകാശമാണ്. ഇനി ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. ജനറൽ ലീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കിന്റെ പ്രോപ്പർട്ടി മാത്രമല്ല, ബാങ്കിൽ കിട്ടിയ പ്രോപ്പർട്ടി മാത്രമല്ല, നിങ്ങളുടെ മറ്റ് അസറ്റുകൾ കൂടി പിടിച്ചെടുക്കുവാനുള്ള അവകാശം കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ലീൻ. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ലോൺ എടുത്തു. ആ ലോണിന് നിങ്ങൾ ജാമ്യമായി കൊടുത്തിരിക്കുന്ന വസ്തുവിന് സഫീഷ്യന്റ് ആയിട്ടുള്ള വാല്യൂ ഇപ്പൊ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മറ്റ് അസറ്റുകൾ കൂടി പിടിച്ചെടുക്കുവാൻ ബാങ്കിന് അധികാരമുണ്ട്. സോ അത്തരത്തിലുള്ള ബാങ്കിന്റെ അധികാരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. ആ ജനറൽ ലീൻ എന്ന് പറയുന്നത് ഒരു ഇംപ്ലൈഡ് പ്ലെഡ്ജും കൂടിയാണെന്നാണ് പറയുന്നത്. ജനറൽ ലീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ്. ശ്രദ്ധിക്കുക, ഇംപ്ലൈഡും പ്ലെഡ്ജും രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇംപ്ലൈഡ് പ്ലെഡ്ജ്. സോ എന്താണ് ഇംപ്ലൈഡ്, എന്താണ് പ്ലെഡ്ജ്? സോ ഇംപ്ലൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺട്രാക്റ്റിനെ നമ്മൾ തരംതിരിക്കുന്നതിലെ ഒരു തരംതിരിവാണ് ഇംപ്ലൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കോൺട്രാക്റ്റിനെ ജനറലി എക്സ്പ്രസ് കോൺട്രാക്ട് എന്നും ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അത്? കോൺട്രാക്റ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതിന്റെ ബൈ നേച്ചറിൽ നമുക്ക് എക്സ്പ്രസ്ഡ് കോൺട്രാക്ട് എന്നും ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നും നമുക്ക് തരംതിരിക്കാം. എക്സ്പ്രസ് കോൺട്രാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാന് വാക്കാൽ പറയുകയോ എഴുതി തരികയോ ചെയ്യുന്ന കോൺട്രാക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്. അതായത് ഒന്നെങ്കിൽ ഞാൻ വാക്കാൽ പറയണം, അതല്ലെങ്കിൽ ഞാൻ എഴുതി തരണം. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ വിളിക്കുന്ന പേരാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. എന്നാൽ
നമ്മൾ ചെയ്തു വരുന്ന രീതികൾ കൊണ്ട് കോൺട്രാക്ട് ആവുന്ന നേച്ചറിലുള്ളവയെ വിളിക്കുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ്സിന് കൈ കാണിക്കുന്നു. ആ ബസ്സിന് കൈ കാണിക്കുന്നു, ബസ്സിന്റെ ഡ്രൈവർ അവിടെ നിർത്തുന്നു, നിങ്ങളെ പിക്ക് ചെയ്യുന്നു, പോകുന്നു. ആ ഡ്രൈവറും നിങ്ങളും തമ്മിൽ ഒരു എക്സ്പ്രസ് കോൺട്രാക്ട് ഇല്ല. നിങ്ങൾ വാക്കാൽ പറഞ്ഞിട്ടില്ല, നിങ്ങളൊക്കെ എഴുതി തന്നിട്ടില്ല. നാളെ നിങ്ങൾ കൈ കാണിക്കുമ്പോൾ ഞാൻ നിർത്തിക്കോളാമെന്ന് ഡ്രൈവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഡ്രൈവർ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. പക്ഷേ ഡ്രൈവർ അവിടെ എന്ത് ചെയ്യുന്നു? വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. കാരണം അത് നമ്മൾ ശീലിച്ചു വന്ന രീതികൾ കൊണ്ട് അതെന്താണ്? കോൺട്രാക്ട് ആയതാണ്. സോ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. സോ ബാങ്കറിന്റെ ലീൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ലീനാണ്. ബാങ്കറിന്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. ഈ ജനറൽ ലീൻ ഒരു ഇംപ്ലൈഡ് പ്ലെഡ്ജാണ്. ജനറൽ ലീൻ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലൈഡ് പ്ലെഡ്ജ്. അതിന്റെ കാരണം, അതിൽ ഇംപ്ലൈഡ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് വാക്കാൽ പറയേണ്ട ആവശ്യമില്ല, ബാങ്ക് എഴുതി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചു. പണയം വെക്കുന്ന സമയത്ത് ബാങ്ക് നിങ്ങളോട് പറയേണ്ട, നാളെ ഇതിനകത്ത് വാല്യൂ കുറഞ്ഞാൽ നിങ്ങളുടെ ഇന്ന അസറ്റുകൾ ഞാൻ പിടിച്ചെടുക്കുമെന്ന് ബാങ്ക് നിങ്ങളോട് വാക്കാൽ പറയുകയും വേണ്ട. അതേപോലെ തന്നെ ബാങ്ക് എന്ത് ചെയ്യുകയും വേണ്ട, നിങ്ങൾക്ക് എഴുതി തരേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അതെന്തായിക്കോളും? കോൺട്രാക്ട് ആയിക്കോളും. ഓൾറെഡി അതെന്തായിക്കോളും? കോൺട്രാക്ട് ആയിക്കോളും. സോ അതുകൊണ്ടാണ് ഈ ബാങ്കിന്റെ ജനറൽ എന്ന് പറയുന്നത് ഇംപ്ലൈഡ് ആണ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇംപ്ലൈഡ് എന്ന് വിളിക്കും. ഇനി ഇതൊരു പ്ലെഡ്ജായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പ്ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ്സ്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് മറ്റൊരാൾക്ക് കൊണ്ട് കൊടുത്ത് പണയമായിട്ട് വെച്ച് അയാളിൽ നിന്ന് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലോണിന് വേണ്ടിയിട്ട് ഒരു മൂവബിൾ അസറ്റ്സ് കൊണ്ടുപോയി പണയം വെച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്ലെഡ്ജ് എന്ന് വിളിക്കുന്നത്. സോ ഇത് ഇംപ്ലൈഡ് നേച്ചറിലുള്ള ഒരു പ്ലെഡ്ജായി മാറുമെന്ന് പറയാം. സോ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോട് പറയാത്ത, നിങ്ങൾക്ക് എഴുതി തരാത്ത രീതിയിൽ മറ്റേ അസറ്റിനെ കൂടി പ്ലെഡ്ജായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു നല്ലൊരു ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിങ്ങളുടെ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഇരിപ്പുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കൂടി ബാങ്ക് അതൊരു ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആക്കുമെന്ന് പറഞ്ഞതിനർത്ഥം ബാങ്ക് നിങ്ങളോട് പറയണ്ട, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞാനത് എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ ഇത് പിടിച്ചു വെക്കുമെന്ന് ബാങ്ക് നിങ്ങളോട് വാക്കാൽ പറയണ്ട, ബാങ്ക് നിങ്ങൾക്ക് എഴുതി തരണ്ട. അതുകൊണ്ട് അത് ഇംപ്ലൈഡ് ആയി. മാത്രമല്ല ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടെ പണയമായിട്ട് ആര് ട്രീറ്റ് ചെയ്യും? ബാങ്ക് ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തുമായി? ഒരു പ്ലെഡ്ജുമായി. അതുകൊണ്ടാണ് ബാങ്കിന്റെ ജനറൽ ലീനിനെ നമ്മൾ ഒരു ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? സോ ബാങ്കിന്റെ ലീൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ലീൻ ആണ്. ബാങ്കിന്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീൻ ആണ്. ഓക്കെ. ഇനി ജനറൽ ലീന് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നറിയാമോ? ജനറൽ ലീൻ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നറിയാമോ? ജനറൽ ലീൻ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നറിയാമോ? പറയാമോ? ജനറൽ ലീൻ ബാങ്കിന് മാത്രമല്ല ആപ്ലിക്കബിൾ ആവുന്നത്. ജനറൽ ലീൻ ബാങ്കിന് മാത്രമല്ല. ഓക്കെ, ഫാക്ടേഴ്സ് ആൻസർ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എഴുതാമെങ്കിൽ എഴുതിയെടുത്തോളൂ. അതായത് ഒന്ന്, ബാങ്കേഴ്സ്. രണ്ട്, ഫാക്ടർ, FACTOR, ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫാക്ടറിംഗ് സർവീസ് ഒക്കെ നമ്മൾ ബാങ്കിങ്ങിൽ പഠിക്കുന്നതാണ്. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാമോ ഫാക്ടറിംഗ് സർവീസ് എന്താ ചെയ്യുന്നതെന്ന്? ഫാക്ടറിങ്ങിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഫാക്ടർ, വെരി ഗുഡ്. അതായത് ഓക്കെ, ഫിനാൻസിങ് ഓൺ ട്രേഡ് ഡെപ്റ്റ്. ഫിനാൻസിങ് ഓൺ ട്രേഡ് ഡെപ്റ്റ്, അതായത് ട്രേഡ് ഡെപ്റ്റിൽ ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ബിൽസ് റിസീവബിൾ പർച്ചേസ് ചെയ്യുക, അല്ലാതെ ആൾക്കാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് ബിൽസ് റിസീവബിൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ബിൽസ് റിസീവബിൾ പർച്ചേസ് ചെയ്യുക, ബിൽസ് റിസീവബിൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, പർച്ചേസിംഗ് ഓഫ് ബിൽസ് റിസീവബിൾ. ഓക്കെ, ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ വാർഫിംഗേഴ്സ് ഉണ്ട്. WHARFINGER, വാർഫിംഗേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുങ്കം ചുമത്തുന്നവരുണ്ടല്ലോ, കപ്പൽ, ഈ പോർട്ടിലൊക്കെ ചുങ്കം, ഡോക്സ് ഡ്യൂസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് അവരെയാണ് വാർഫിംഗർ എന്ന്. അതായത് നിങ്ങളൊരു വാർഫിംഗേഴ്സിന് ആ അവകാശം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കണ്ടെയ്നർ വന്നു, നിങ്ങൾ അതിന് നികുതി അടച്ചില്ലാന്നിരിക്കട്ടെ, നികുതി അടച്ചില്ല, നിങ്ങളുടെ ബാക്കിയുള്ള കണ്ടെയ്നർ മൊത്തവും പിടിച്ചിടും. അല്ലാതെ ആ കണ്ടെയ്നർ മാത്രമല്ല പിടിച്ചിരുന്നത്, അതിന്റെ നികുതി എടുത്താലേ ബാക്കി നിങ്ങൾ നികുതി അടച്ചായിരിക്കും ചിലപ്പോൾ. എന്നാലും രക്ഷയില്ല, ഫുള്ള് റിലീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതും അടച്ചു തീർക്കുന്നുണ്ട്. സോ വാർഫിംഗേഴ്സ് വരും. അതേപോലെ തന്നെ അറ്റോർണി, ശ്രദ്ധിക്കുക.
ഹൈക്കോർട്ട് അറ്റോർണീസിനാണ് പ്രധാനമായിട്ട് ഈ ഒരു എന്ത് വരുന്നത്, ഈ ഒരു അവകാശം വരുന്നത് കേട്ടോ. പ്രധാനമായിട്ട് അതൊരു അത്ര ഇതായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അറ്റോർണി. ഓക്കെ. ദെൻ വേറെ ആർക്കെങ്കിലും ഈ അവകാശം ഉണ്ടോന്ന് അറിയാമോ? വേറെ ആർക്കെങ്കിലും അവകാശം ഉണ്ടോന്ന് അറിയാമോ? നിങ്ങൾ അൺപെയ്ഡ് സെല്ലർ നേരിട്ടുണ്ടോ? അൺപെയ്ഡ് സെല്ലർ, അൺപെയ്ഡ് സെല്ലർ കേട്ടിട്ടുണ്ടോ? ഓക്കെ. പോളിസി ബ്രോക്കറിന് കിട്ടും, അൺപെയ്ഡ് സെല്ലറിനും കിട്ടും കേട്ടോ. ബ്രോക്കേഴ്സിന് കിട്ടും, അൺപെയ്ഡ് സെല്ലറിനും കിട്ടും. ഓക്കെ. അൺപെയ്ഡ് സെല്ലർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്നെയാണെന്ന് എന്റെ ഒരു കുറച്ച് വസ്തുക്കൾ നിങ്ങളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. നിങ്ങൾ വിറ്റു, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, അതിന്റെ ആ ഒരു കൂലി അല്ലെങ്കിൽ കമ്മീഷൻ ഞാൻ തന്നില്ലെങ്കിൽ എന്റെ എല്ലാ ഗുഡ്സും നിങ്ങൾക്ക് അത് കിട്ടുന്നവരെയും പിടിച്ചു വെക്കാം. അല്ലാതെ അതിലിപ്പം ഞാൻ 500 തരാം അല്ലെങ്കിൽ 500 ഗുഡ്സ് പിടിച്ചു വെച്ചിട്ട് ബാക്കി വിട്ടതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ഗുഡ്സും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പിടിച്ച് വെക്കേണ്ടി വരും. ഓക്കെ. സോ ഇവർക്കൊക്കെയാണ് എന്ത് പറയുന്നത്, ജനറൽ ലീൻ വരുന്നത്. ബാങ്കിന് മാത്രമല്ല ജനറൽ ലീൻ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ജനറൽ ലീൻ എവിടെയാണ് പറയുന്നത്? ജനറൽ ലീൻ എവിടെയാണ് പറയുന്നത്? ജനറൽ ലീൻ എവിടെയാണ് പറയുന്നത്? ഏത് നിയമത്തിലാന്ന് പറയാമോ ജനറൽ ലീൻ പറയുന്നത്? ജനറൽ ലീൻ പറയുന്നത് ഓക്കെ കോൺട്രാക്ട് ആക്ടിലാണ്. അതിനകത്തൊന്നുമില്ല. സെക്ഷൻ 171 പറയുന്നത്. ഓക്കെ. 171 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ 171 നമ്മുടെ എന്ത് പറയുന്നത്, ജനറൽ ലീൻ പറയുന്നത്. ഓക്കെ. ഇനി ബാങ്കിന്റെ ലീനകത്ത് എക്സംഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എക്സ്ട്രാ പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് തരാം. ഓക്കെ. സോ ഇത്രയും മാത്രം ചോദിക്കുക, ലീൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ലീൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആൻസറിനകത്ത് നമുക്ക് ഒരു തവണ വന്നിട്ടുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആയതുകൊണ്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നു. ദെൻ ലീൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലീൻ ഒരു ക്രെഡിറ്ററിന്റെ അവകാശമാണ്. ഒരു സാധനം നമ്മളാണെങ്കിൽ പണയം വെച്ചുകൊണ്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണയ വസ്തു ആ എമൗണ്ട് കിട്ടുന്നത് വരെയും കൈവശം വെക്കാനുള്ള ഒരു ക്രെഡിറ്ററിന്റെ അവകാശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീൻ. ലീൻ രണ്ട് തരത്തിലുണ്ട്, ജനറൽ ലീനും ഉണ്ട്, പർട്ടിക്കുലർ ലീനും ഉണ്ട്. ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ ഏത് അസറ്റും പിടിച്ചു വെക്കാനുള്ള, ഏത് അസറ്റ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒക്കെ ഉണ്ട്, ഏത് അസറ്റും പിടിച്ചു വെക്കാനുള്ളതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ലീൻ. പർട്ടിക്കുലർ ലീൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ അസറ്റ് മാത്രം പിടിച്ചു വെക്കാനുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പർട്ടിക്കുലർ ലീൻ എന്ന് വിളിക്കുന്നത്. സോ അത്രയും അറിഞ്ഞിരിക്കാം. ദെൻ നമ്മൾ പറഞ്ഞു പർട്ടിക്കുലർ ലീന്, ജനറൽ ലീനിനകത്ത് ബാങ്കിന്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. മാത്രമല്ല അതെന്താണ്, ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ്. അതെന്താണ്, ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരു ബാങ്കിന്റെ ലീന് ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 171 പറയുന്നത്. എന്നാൽ അത് ആർക്ക് മാത്രം ബാധകമല്ല, ബാങ്കുകൾക്ക് മാത്രം ബാധകമല്ല. ഫാക്ടേഴ്സ്, വാർഫിംഗേഴ്സ്, പോളിസി ബ്രോക്കേഴ്സ്, അൺപെയ്ഡ് സെല്ലേഴ്സ്, അറ്റോർണി, ഇവർക്ക് എല്ലാവർക്കും എന്തിനുള്ള അവകാശമുണ്ട്, ഈ പറയുന്ന എന്തിനുള്ള അവകാശം ഉണ്ടെന്നാ പറയുന്നത്, ലീനിന്റെ അവകാശമുണ്ട്. ഏത് ലീനിന്റെ, ജനറൽ ലീനിന്റെ അവകാശം. ക്ലിയർ ആണോ? അടുത്ത സ്ലൈഡിലേക്ക് പോകാമോ? ക്ലിയർ ആണോ? Okay. Then next, the right to set off is a dash. Answer തരാമോ? Right to set off is a dash. Option? Option B. Okay. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ബാങ്കേഴ്സ് ഡിസ്ക്രിഷനും ഉണ്ട്, ബാങ്കേഴ്സ് റൈറ്റും ഉണ്ട്. നിങ്ങൾ അങ്ങനെ വന്നാൽ ഏത് എഴുതും? ഓക്കെ, ശ്രദ്ധിക്കുക. ആക്ച്വലി ഇത് രണ്ടും ആൻസർ ആണ്. ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ റൈറ്റ് എന്ന് പറയുന്ന ആൻസർ ആണ്. അതേപോലെ തന്നെ ബാങ്കിന്റെ ഡിസ്ക്രിഷൻ ആണോ എന്ന് വെച്ചാൽ ആണ്. ബാങ്കിന്റെ ഡിസ്ക്രിഷൻ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്ക് ആണ് അവിടെ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്ന ആരാണ്? ബാങ്ക് ആണ് അവിടെ തീരുമാനിക്കുന്നത്, അല്ലാതെ ആരല്ല, നമ്മുടെ കസ്റ്റമർ അല്ല അത് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ. സോ അത് കസ്റ്റമറിന്റെ റൈറ്റ് അല്ല, ബാങ്കിന്റെ റൈറ്റ് ആണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ആൻസർ എങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ എന്റെ ചോദ്യങ്ങൾക്ക് ആൻസർ തരിക, ആ ആൻസറോട് നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താവുന്നതാണ്. സോ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ബാങ്കിന്റെ ഏറ്റവും, ബാങ്കിന്റെ റൈറ്റ് തന്നെയാണ്, റൈറ്റ് ടു സെറ്റ് ഓഫ് ബാങ്കിന്റെ റൈറ്റ്. എന്റെ ബാങ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് ഏതാണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഒരു ബാങ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റൈറ്റ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു ബാങ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് ഏതാണെന്ന് പറയാമോ ആർക്കെങ്കിലും? റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ്. റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ്. ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ അവകാശമാണ് റൈറ്റ് ടു സെറ്റ് ഓഫ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള ആയിരിക്കാം, കേട്ടിട്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളത് എഴുതാനോ മെമ്മറൈസ് ചെയ്യാനോ വേണ്ട, അതായത് ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് എടുത്തു പോവാം. എൻ്റെ ഒരു
ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതെന്ന് മാത്രം പറഞ്ഞാൽ, ഒരു ബാങ്കിന് ഒരേ സമയം ആ ബാങ്കിലേക്ക് നമ്മുടെ കോർട്ടിൽ നിന്ന് നിങ്ങൾ ക്ലേറ്റൺ കേസ് എന്നൊക്കെ, ക്ലേറ്റൺ കേസ് അല്ല, നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ഒരു വ്യക്തി പൈസ എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കോടതിയെ സമീപിച്ച് ഒരു ഓർഡർ വാങ്ങാം. ആ ഓർഡറിനെ വിളിക്കുന്ന പേര് ആർക്കെങ്കിലും അറിയാമോ? എനിവൺ? ഓക്കെ, ഗാർണിഷി ഓർഡർ എന്നാണ്. ഗാർണിഷി ഓർഡർ, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് തരാൻ വേണ്ടി കോടതിയിൽ നിന്ന് ബാങ്കിന് ചെല്ലുന്ന ഓർഡറാണ് ഗാർണിഷി ഓർഡർ. ഇനി ഇൻകം ടാക്സ് നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അയക്കുന്ന ഒരു പേപ്പർ ഉണ്ട്. ഏതെന്നറിയാമോ? അറ്റാച്ച്മെന്റ് ഓർഡർ. ഓക്കെ, സോ അതേസമയം നിങ്ങൾ ബാങ്കിൽ കുറച്ച് പൈസയും കൊടുക്കാണ്ട്. ഒന്നുകൂടെ പറയാം, സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് 3 സിറ്റുവേഷൻ ആണ്. ഒന്ന്, നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്ന ബാങ്കിലേക്ക്, നിങ്ങൾ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്ന ബാങ്കിലേക്ക് ഒരു ഗാർണിഷി ഓർഡർ വരുന്നു, ഒരു അറ്റാച്ച്മെന്റ് ഓർഡർ വരുന്നു. നിങ്ങൾക്ക് കുറച്ച് പൈസയാണെങ്കിൽ ബാങ്കിന് കിട്ടാനുണ്ട്. സോ അവിടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയ്ക്കാണ്. അതായത് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടാനുണ്ട് എങ്കിൽ ആ എമൗണ്ടുകൾ എടുത്തതിന് ശേഷം മാത്രം പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അറ്റാച്ച്മെന്റ് ഓർഡർ പ്രകാരം ടാക്സ് കൊടുത്താൽ മതി. അതിനുശേഷം മാത്രമേ എന്തിനുള്ള പ്രയോറിറ്റി ഉള്ളൂ? ഗാർണിഷി ഓർഡറിനുള്ള പ്രയോറിറ്റി ഉള്ളൂ. സോ ഒരു ബാങ്കിന്റെ സുപ്രീം പ്രയോറിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ്. അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് ചെന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ റൈറ്റ് ടു സെറ്റ് ഓഫ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. സുപ്രീം പ്രയോറിറ്റി എന്ത് തന്നെയാണ്? റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ്. ഓക്കെ, ഇനി റൈറ്റ് ആണെന്നറിയാം. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ കണ്ടോ? ബാങ്ക്സ് ഡിസ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് കുറച്ച് ടെക്നിക്കലായിട്ട് ചിന്തിക്കാന്നുണ്ടെങ്കിൽ ബാങ്കിങ്ങിൽ ആൻസർ എഴുതാൻ എളുപ്പമാണ്. അതായത് ടെക്നിക്കലായിട്ട് ചിന്തിക്കാൻ പറഞ്ഞു. ഇപ്പം ചില ക്വസ്റ്റിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളായിരിക്കും ഓപ്ഷനകത്ത് കിടക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ആൻസറാ. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഓപ്ഷനിൽ ഒന്നിൽ കൂടുതൽ ആൻസർ വന്നാൽ അത് എങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓപ്ഷനിൽ ഒന്നിൽ കൂടുതൽ ആൻസർ വന്നാൽ പ്രയോറിറ്റി കൂടുതലുള്ളതിനെ ആൻസർ ആക്കുക. ഇവിടെ ബാങ്ക്സ് റൈറ്റും ഉണ്ട്, ബാങ്ക്സ് ഡിസ്ക്രീഷനും ഉണ്ട്. ബാങ്കിന്റെ റൈറ്റ് ആണ്, ബട്ട് അത് ബാങ്കിന്റെ റൈറ്റിനേക്കാൾ ഉപരി ബാങ്കിന്റെ ഡിസ്ക്രീഷനാണ്. അതായത് നിങ്ങൾക്ക് അതിലൊരു അവകാശമില്ല. അത് ബാങ്ക് സ്വമേധയാ ചെയ്യുന്ന ആയതുകൊണ്ട് മാത്രം കുറച്ചുകൂടെ, അതായത് ബാങ്ക് റൈറ്റ് ആണ്, അത് തെറ്റാണെന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ആൻസറിനോട് ചേർന്ന് നിൽക്കുന്ന എന്താണ്? ബാങ്കിന്റെ ഡിസ്ക്രീഷൻ ആണെന്നുള്ള വേർഡ് ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ബാങ്കിന്റെ ഡിസ്ക്രീഷൻ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, എന്ന് വെച്ച് ഓപ്ഷൻ സി ആൻസർ അല്ല എന്നല്ല. ബട്ട് ഇവിടെ ഉള്ളതിനകത്ത് കുറച്ചുകൂടെ സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാണ്? ബാങ്കിന്റെ ഡിസ്ക്രീഷൻ ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റൈറ്റ് ടു സെറ്റ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞു ഒന്നിലധികം ആൻസർ വന്നു, അതിൽ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലുള്ളതിനെ ആൻസർ ആക്കണം. നമ്മളിവിടെ നോക്കിയപ്പോൾ ആപ്ലിക്കബിലിറ്റി അല്ല, പ്രയോറിറ്റി കൂടുതൽ ഓപ്ഷൻ ബി ആയതുകൊണ്ട്, അത് ആ ആൻസറിന് എന്ത് പ്രയോറിറ്റി കൂടുതൽ ഓപ്ഷൻ ബി ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആൻസർ ആയി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേ ഓർഡറും ബാങ്ക് ഡ്രാഫ്റ്റും കേട്ടുണ്ടായിരിക്കും. രണ്ടും ബാങ്കിന്റെ ചെക്ക് എന്നറിയപ്പെടുന്നതാണ്. പേ ഓർഡറും ബാങ്കിന്റെ ചെക്കാണ്, ബാങ്ക് ഡ്രാഫ്റ്റും ബാങ്കിന്റെ ചെക്കാണ്. എന്നാൽ ഒരു ഓപ്ഷനകത്ത് ബാങ്കിന്റെ ചെക്ക് ഏതാണെന്ന് ചോദിച്ചിട്ട് പേ ഓർഡറും ബാങ്ക് ഡ്രാഫ്റ്റും ചോദിച്ചാൽ ആൻസർ ബാങ്ക് ഡ്രാഫ്റ്റ് ആയി പോകും. അതിന്റെ കാരണം പേ ഓർഡർ ഒരു സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിവേർ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ആൻസർ എന്തല്ലാതായി? പേ ഓർഡർ. അതായത് പ്രയോറിറ്റി കുറവാണ്. പേ ഓർഡർ ഒരു സിറ്റി ലിമിറ്റിൽ മാത്രം ആയതുകൊണ്ട് അത് ആൻസർ അല്ലാതായി. എന്നാൽ ആക്ച്വലി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? ആൻസർ ആണ്. സോ അങ്ങനെ ഒരു ബുദ്ധി വെച്ചിട്ട് ആൻസർ എഴുതാൻ ശീലിക്കുക. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ ആൻസർ ആക്കി കൊടുക്കാൻ ശീലിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഒരു ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഒരു ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നുള്ളതിനകത്ത് മൂന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഒരു ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷനകത്ത് മൂന്ന് ഉത്തരങ്ങളുണ്ട്. ഒന്ന് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, അതേപോലെ ലെൻഡിങ് ഓഫ് മണി, അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ക്രെഡിറ്റ് ക്രിയേഷൻ, നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഓൾ ഓഫ് ദ എബോ ആൻസർ ആണ്. എന്നാൽ ഓൾ ഓഫ് ദ എബോ മാറ്റിയിട്ട് അവിടെ നൺ ഓഫ് ദ എബോ വന്നാൽ, അതായത് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു സെക്കൻഡ്.
ഓക്കെ. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൾ ഓഫ് ദ എബോ മാറി നൺ ഓഫ് ദ എബോ വന്നാൽ മുകളിൽ കിടക്കുന്ന 3 ആൻസർ ഏതെന്നുള്ളതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവല്ല. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻസർ ആവും. ഏതാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അവിടെ ആൻസർ ആവും. ബാക്കി 3 ആൻസർ ആണെങ്കിലും എന്ത് ആൻസർ ആവും? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ആൻസർ ആവും. പ്രയോറിറ്റി വൈസ് നോക്കുവാണെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ളതിനെ ആൻസർ കൊടുക്കണം, ആപ്ലിക്കബിലിറ്റി കൂടുതലുള്ളതിന് ആൻസർ കൊടുക്കണം. സോ ഇവിടെ ഓപ്ഷൻ ബി ആൻഡ് സി റൈറ്റ് ആൻസർ ആണ്. താഴോട്ട് വന്നിട്ട് ബി ആൻഡ് സി ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ബട്ട് ബിയും സിയും വന്നതിനകത്ത് കുറച്ചുകൂടെ ആപ്റ്റ് ആവുന്ന ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി തെറ്റല്ല. ഓപ്ഷൻ സി തെറ്റല്ല. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അത് ബാങ്കിന്റെ റൈറ്റ് തന്നെയാണ്. ബാങ്കിന്റെ റൈറ്റ് തന്നെയാണ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനിയും സെറ്റ് ഓഫ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ ബാങ്കിലേക്ക് എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അതേസമയം ബാങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടേക്കോ എന്നുള്ള മീനിങ്ങാ. നിങ്ങൾക്ക് പൈസ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാണല്ലോ വരുന്നത്. സോ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എടുത്തുകൊണ്ട് ബാങ്കിന് കിട്ടാനുള്ള പൈസ ഈടാക്കാവുന്ന അല്ലെങ്കിൽ ബാങ്കിന് കിട്ടേണ്ട പൈസ നിങ്ങളുടെ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിന് എടുത്ത് ടാലി ചെയ്യാം. ആ ഒരു അവകാശത്തെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ റൈറ്റ് ടു സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. സോ റൈറ്റ് ടു സെറ്റ് ഓഫ് എന്താണ്? സുപ്രീം റൈറ്റ് ആണ്. ഓക്കെ, റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ് പ്രയോറിറ്റി. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാങ്കേഴ്സ് റൈറ്റ് ടു സെറ്റ് ഓഫ്, അതേപോലെ നമ്മുടെ ഗാർണിഷ് ഓർഡർ, അതേപോലെ തന്നെ നമ്മുടെ അറ്റാച്ച്മെന്റ് ഓർഡർ. ഇത് ഇത്രയും വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് മാത്രമേ കൊടുക്കാവൂ? റൈറ്റ് ടു സെറ്റ് ഓഫ് മാത്രമേ കൊടുക്കാവൂ. ഓക്കെ, സോ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ എടുത്തുകൊണ്ട് ബാങ്കിന് കിട്ടേണ്ട പൈസ, നിങ്ങൾക്ക് ഈ SMS ചാർജോ അല്ലെങ്കിൽ ലോ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് പിടിക്കത്തില്ലേ? ഇതൊക്കെ ബാങ്കിന്റെ സെറ്റ് ഓഫിനകത്ത് വരുന്നതാണ്. ബാങ്കിന് കിട്ടേണ്ട പൈസയാണ്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ബാങ്കിന് ലോൺ നിങ്ങൾ മാസാമാസം അടയ്ക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ ബാങ്ക് എന്ത് ചെയ്യും? അത് പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്? ബാങ്കിന്റെ റൈറ്റ് ടു സെറ്റ് ഓഫ് ആണ്. അത് ബാങ്കിന്റെ ഡിസ്ക്രിഷൻ ആണ്. അത് ബാങ്കിന്റെ വിവേചനാധികാരമാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അത് ബാങ്കിന്റെ മാത്രം അവകാശമാണ് അല്ലെങ്കിൽ അധികാരമാണ്. സോ ബാങ്കേഴ്സ് റൈറ്റ് ആൻസർ ആണെങ്കിലും ഇവിടെ 2 ആൻസറിനകത്ത് പ്രയോറിറ്റി കൂടുതൽ വരുന്നതുകൊണ്ട് ബാങ്കേഴ്സ്, അതായത് കുറച്ചുകൂടെ ആപ്റ്റ് ആവുന്നത് എന്താണ്? ബാങ്കേഴ്സ് ഡിസ്ക്രിഷൻ ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആൻസർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. സാൻസ് റീകോഴ്സ് മീൻസ്, ആൻസർ പറഞ്ഞേ. ഈസി ക്വസ്റ്റ്യൻ. സാൻസ് റീകോഴ്സ് മീൻസ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ആൻസർ നല്ലോണം റെസ്പോൺസ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ആൻസർ പറഞ്ഞ് ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നാളെയായാലും അത് പ്രയോജനം ചെയ്യൂ. ഓക്കെ, സോ സാൻസ് റീകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ വിത്തൗട്ട് ലയബിലിറ്റി ടു മീ എന്നാണ്. അതായത് നമ്മള് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അതായത് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണെന്നുള്ളതിന് മീനിങ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു ഡോക്യുമെന്റിന്റെ ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ്. ഓക്കെ, അത് എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂ ബോർഡിനാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഒരു ഇന്റർവ്യൂ ബോർഡിലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവർ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻഡോഴ്സ്മെന്റ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻഡോഴ്സ്മെന്റ്? ആർക്കെങ്കിലും ആൻസർ തരാമോ? പുറകിൽ ഒപ്പിട്ട് കൊടുക്കുന്നു ആരും എഴുതല്ലേ. അതെന്താണെന്നുള്ളത് തന്നെയാണ് ഞാൻ എന്റെ പർപ്പസ് ആണ് ചോദിച്ചത്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ പർപ്പസ്? നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അതിലൊന്നും. റൈറ്റ് ആൻഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, റൈറ്റ് ആൻഡ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അതിന്റെ പർപ്പസ് ആണ്. ഓക്കെ, ബട്ട് എക്സാക്ട് പർപ്പസ് അതിലും നല്ല ആൻസേഴ്സ് വരും. പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഡയറക്ഷൻ ടു ബാങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു എൻഡോഴ്സ് ചെയ്ത ഇൻസ്ട്രുമെന്റ് എപ്പോഴും ബാങ്കിൽ തന്നെ ചെല്ലണമെന്നില്ല. ചെക്ക് ആണെങ്കിൽ മാത്രമേ അത് ബാങ്കിൽ ചെല്ലൂ. അത് ചെക്ക് അല്ലെങ്കിൽ പിന്നെ ബാങ്കിനുള്ളതെന്നല്ല. സംഭവം ഇത്രയേ ഉള്ളൂ. എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെരി ഗുഡ്, എക്സലന്റ് വന്നു, ആൻസർ വന്നു. ഇറ്റ്സ് എ ലീഗൽ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ. എക്സലന്റ് ആൻസർ, വണ്ടർഫുൾ ആൻസർ. അതായത് ഒരു എൻഡോഴ്സ്മെന്റിന്റെ ലീഗൽ പ്രൊസീജിയർ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മള് നെഗോസിയേഷന്റെ ലീഗൽ പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എൻഡോഴ്സ്മെന്റ്. ആ ഒരു വേർഡ് നിങ്ങൾ എവിടെങ്കിലും എഴുതി വെച്ചോണം. എൻഡോഴ്സ്മെന്റ് ഈസ് ദ ലീഗൽ പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് നെഗോസിയേഷൻ. അതാണ് അതിന്റെ നിയമപരമായിട്ടുള്ള ആ നിയമപരിധിക്കകത്താണ് നമ്മൾ ഈ അവകാശം കൊടുക്കുക എന്ന് പറയുന്ന ടേം വരുന്നത്. നിയമപരിധിക്കകത്താണ് അവകാശം കൊടുക്കുക എന്ന് പറയുന്ന ടേം വരുന്നത്. സോ സംഭവം ഇത്രയേ ഉള്ളൂ. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള, അതായത് നെഗോസിയേഷൻ ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള അവകാശം കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന
എൻഡോഴ്സ്മെന്റ്. അത് ലീഗൽ പ്രോസസ് ആണ്. നെഗോസിയേഷന്റെ ലീഗൽ പ്രോസസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ, നെഗോസിയേഷന്റെ ലീഗൽ പ്രോസസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ എൻഡോഴ്സ്മെന്റ് ആണ്. സോ എൻഡോഴ്സ്മെന്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒപ്പിട്ട് മാത്രം കൊടുക്കാം, അതേപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ കൈമാറ്റം ചെയ്യാം, എന്തെങ്കിലും വാക്കുകൾ ആഡ് ചെയ്ത് കൈമാറ്റം ചെയ്യാം. അങ്ങനെ ചേർക്കപ്പെടുന്ന ഒരു വാക്കാണ് സാൻസ് റീകോഴ്സും സാൻസ് ഫ്രേസും എന്ന് പറയുന്നത്. ഓക്കെ, സോ സാൻസ് റീകോഴ്സ് മീൻസ് വിത്തൗട്ട് ലയബിലിറ്റി ടു മീന. ഉദാഹരണത്തിന് ഞാന് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ഒപ്പിട്ട് തന്നാൽ, ഒരു ഇൻസ്ട്രുമെന്റ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് ഒപ്പിട്ട് തന്നാൽ ഞാൻ എൻഡോഴ്സർ ആണ്, നിങ്ങൾ എൻഡോഴ്സി ആണ്. ഞാൻ എൻഡോഴ്സർ ആണ്, നിങ്ങൾ എൻഡോഴ്സി ആണ്. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും എൻഡോഴ്സറിന്റെ ലയബിലിറ്റി ആരോടാണെന്നൊന്ന് പറയാമോ? എൻഡോഴ്സറുടെ ലയബിലിറ്റി ആരോടാണ് എന്നൊന്ന് പറയാമോ? ക്ലാസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എൻഡോഴ്സറുടെ ലയബിലിറ്റി ആരോടാ? ഏത് എൻഡോഴ്സിയോടാ? ഞാൻ എ എന്ന് പറയുന്ന ഒരാൾ ബിക്ക് കൊടുത്തു, ബി സിക്ക് കൊടുത്തു, സി ഡിക്ക് കൊടുത്തു, ഡി ഇക്ക് കൊടുത്തു, അങ്ങനെ ഒരുപാട് എൻഡോഴ്സി ഉണ്ട്. ഏത് എൻഡോഴ്സിയോട്, അല്ലെങ്കിൽ എല്ലാ എൻഡോഴ്സിയോടുമാണോ ലൈബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എൻഡോഴ്സിയോട്ടാണോ ലൈബിൾ ആവുന്നത്? എൻഡോഴ്സർ ലൈബിൾ ടു എൻഡോഴ്സി ശരിയാണ്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കുക. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, അത്ര ട്രിക്കി ഒന്നുമല്ല. നിങ്ങൾക്ക് ഇത് ട്രിക്കി ഒന്നും അല്ല, ബാക്കി സ്റ്റുഡൻസിനൊക്കെ ട്രിക്കി എല്ലാവർക്കും ബാധ്യതയില്ല. അല്ല, എല്ലാവർക്കും അല്ല. ഓൾ എൻഡോഴ്സിക്ക് ഒരിക്കലും ഒരു എൻഡോഴ്സർ ബാധ്യസ്ഥനല്ല. സബ്സിക്വന്റ് കേട്ടില്ല, എന്തെങ്കിലും പറഞ്ഞാണോ? ഫസ്റ്റ് പേഴ്സൺ എന്നല്ല നമ്മൾ പറയണ്ടേ, നമ്മളത് ലോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ലോയില് ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സിനകത്ത് ലോയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ്: എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോഴ്സി. അത് അതേപോലെ എഴുതിക്കോളാം. എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോഴ്സി. എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോഴ്സി. എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോഴ്സി. അതായത് എ ബിക്ക് ഒപ്പിട്ട് കൊടുത്താൽ എക്ക് ബിയോട് മാത്രമേ ഉള്ളൂ ബാധ്യത. എക്ക് ബിയോട് മാത്രമേ ഉള്ളൂ ബാധ്യത. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾ എനിക്കൊരു ബില്ല് ഒപ്പിട്ട് തന്നു, ഓക്കെ, എൻഡോഴ്സ് ചെയ്ത് തന്നു. അതായത് എ എനിക്ക് തന്നു, ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബാധ്യതയും ഉണ്ടാവില്ല. നോർമൽ കേസിൽ ഉണ്ടാവില്ല. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച ഞാനാണ്. സോ നിങ്ങൾ എനിക്കെതിരെ ചാർജ് വരും, ഞാനാണ് അയാൾക്കെതിരെ ചാർജ് വരും. സോ എനിക്ക് ലയബിലിറ്റി നിങ്ങളോടാണ്, എക്ക് ലയബിലിറ്റി എന്നോടാണ്. സോ എവരി എൻഡോഴ്സർ, അങ്ങനെ ലോയിൽ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത എൻഡോഴ്സി ആരാണോ അദ്ദേഹവുമായിട്ട് മാത്രമായിരിക്കും ഒരു എൻഡോഴ്സർക്ക് ലയബിൾ. സോ എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോഴ്സി. സബ്സിക്വന്റ് എൻഡോഴ്സി ഓൺലി. സബ്സിക്വന്റ് എൻഡോഴ്സി അങ്ങനെയാണ് ആ ലോയിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ നെഗോഷിയേഷൻ ലോയിൽ ലയബിലിറ്റി ഓഫ് ആൻ എൻഡോഴ്സർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരാം. സാൻഡ് റീകോഴ്സ് എന്താണെന്നാ ചോദിച്ചത്. സാൻഡ് റീകോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് വിത്തൗട്ട് ലയബിലിറ്റി. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പം എവരി എൻഡോഴ്സർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോഴ്സി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് തരുന്ന സമയത്ത് എനിക്ക് അതിന്റെ ബാധ്യത ഏറ്റെടുക്കുവാൻ, ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺസിഡറേഷൻ ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ ബാധ്യതയാണ്, അല്ലാതെ വേറെ ബാധ്യത ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് എൻഡോഴ്സ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന എമൗണ്ടിന്റെ ബാധ്യസ്ഥപ്പെട്ട വ്യക്തി പിന്നെ ഞാനാണ്. ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്ന് പ്രൈമറി ആ ഒരു ലൈബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെയാണ് കേസ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ ലയബിലിറ്റി ഏറ്റെടുത്ത് ഇതിന്റെ പൈസ നിങ്ങൾക്ക് തരേണ്ടി വരും. ഈ ലയബിലിറ്റിയിൽ നിന്ന്, ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചേർക്കപ്പെടേണ്ട വാക്കാണ് സാൻസ് റീകോഴ്സ്. അതായത് ഞാൻ ഈ ഡോക്യുമെന്റിന്റെ ബാക്ക് സൈഡിൽ സാൻസ് റീകോഴ്സ് എന്ന് എഴുതിയിട്ട് ഞാൻ സൈൻ ചെയ്ത് തരുവാണെങ്കിൽ നാളെ ഇതിന്റെ പൈസ കിട്ടിയില്ലെങ്കിലും ഇതിന്റെ ലയബിലിറ്റി എന്നിലേക്ക് വരില്ല. എന്നിലേക്ക് വരില്ല. സോ ആ ലയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ഈ സാൻസ് റീകോഴ്സ് എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കാം. ക്രോസിംഗ് ഇൻ എ ചെക്ക്, അതിനകത്ത് 4 ഓപ്ഷൻ. ഷുഡ് ബി between 2 parallel transverse line only, must be on the face of the checker, can be on face
ഓർ ബാക്ക് ഓഫ് ദ ചെക്ക് ക്യാൻ ബി ഡൺ ഓൺ എ ലോഞ്ച്. ക്രോസിംഗ് ഓഫ് ദ ചെക്ക് ആണ് ഓപ്ഷൻ. ഓക്കെ A. ഓക്കെ ഓക്കെ ഓപ്ഷൻ എ. ഓക്കെ, നോക്കിയിട്ട് ആൻസർ പറയൂ. Option B. ഓപ്ഷൻ ബി. ഓക്കെ, സോ നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. ഓപ്ഷൻ എ എന്താണ് നോക്കാം. ഓപ്ഷൻ എ ഷുഡ് ബി ബിറ്റ്വീൻ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഓൺലി. അല്ല, പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിന്റെ അകത്ത് വരണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവുന്നത്? പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഇടുന്നതിനെ തന്നെ നമുക്ക് എന്തെന്നാ വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതിനെ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ആൻസർ തെറ്റിപ്പോകാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നതിലുള്ള മിസ്റ്റേക്ക്. അതായത് നമുക്കൊരു കാര്യം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് മിസ്റ്റേക്ക് പറ്റും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രോസിംഗ് ഇൻ എ ചെക്ക് ഷുഡ് ബി ബിറ്റ്വീൻ ടു പാരലൈൻ എന്നല്ല, ക്രോസിംഗിന് രണ്ട് പാരലൈൻ. സോ ക്രോസിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെക്കിന്റെ ഫേസിൽ ചരിഞ്ഞ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള രണ്ട് പാരലൈൻ ഇടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ്. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. സോ ക്രോസിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെക്കിന്റെ ഫേസിലായിരിക്കും. ചെക്കിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഏത് കോർണറിലോട്ടാണ് ഇടുന്നതെന്ന് അറിയാമോ? എവിടെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് കേട്ടോ. ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. രണ്ട് പാരലൽ ലൈൻസിന്റെ അതിന്റെ ഇടയിൽ, രണ്ട് പാരലൈൻസിന്റെ ഇടയിൽ എഴുതുന്നതിനെ അല്ല നമ്മൾ വിളിക്കുന്നത്, രണ്ട് പാരലൈൻ ഇടുന്നതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോ ഓപ്ഷൻ എ എഴുതിയേക്കുന്നത് തെറ്റാണ്. രണ്ട് പാരലൽ ലൈനും ട്രാൻസ്വേഴ്സ് ലൈനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷുഡ് ബി ബിറ്റ്വീൻ എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഹാവ് ടു പാരലൽ ലൈൻ വേഴ്സ് ലൈൻ എന്ന് പറഞ്ഞിട്ടല്ല എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് എഴുതായിരുന്നു. പക്ഷെ എങ്കിലും അത് പൂർണ്ണമായിട്ടും ശരിയല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, ഷുഡ് ബി ബിറ്റ്വീൻ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഓൺലി എന്ന് വന്നല്ലോ. ആൻഡ് ആൻസർ ഷുഡ് ബി ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ എന്നായിരുന്നെങ്കിൽ പോലും ഓപ്ഷൻ ബി അവിടെ കിടക്കുന്നിടത്തോളം കാലം ഓപ്ഷൻ ബി ആൻസർ ആയിരിക്കും. ഓപ്ഷൻ ബി ആൻസർ ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിന്റെ കാര്യം പറയുന്നുണ്ട്. രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിന്റെ കാര്യം പറയുന്നുണ്ട്. ആ പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ക്രോസിംഗിൽ എല്ലായിടത്തും മാൻഡേറ്ററി അല്ല. ക്രോസിംഗിൽ എല്ലായിടത്തും മാൻഡേറ്ററി അല്ല. കാരണം ക്രോസിംഗ് രണ്ട് തരത്തിലുണ്ട്. ക്രോസിംഗ് എന്ന് പറയുന്നത് ജനറൽ ക്രോസിംഗും ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗും ഉണ്ട്. ജനറൽ ക്രോസിംഗും ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗും ഉണ്ട്. അതായത് ക്രോസിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്രോസിംഗ് എന്താണെന്ന് വെച്ചാൽ രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഇടുന്നതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ബാങ്കർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ദ ബാങ്കർ. ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ദ ബാങ്കർ. എന്താണ് ആ ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ക്രോസിംഗിലുള്ള ഇൻസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ. ക്രോസിംഗിലുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെക്കിന്റെ എമൗണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ. ചെക്കിന്റെ എമൗണ്ട് എന്ത് ചെയ്യാവൂ? ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ, അല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യരുത്. അല്ലാതെ ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യരുത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ചെക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ആയിട്ട് കൊടുക്കരുത്, പകരം ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ ബാങ്കിന് കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. സോ ഇറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ദ ബാങ്കർ. ഏത്? ക്രോസിംഗ് ഓഫ് എ ചെക്ക് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ക്രോസിംഗ് രണ്ട് തരത്തിലുണ്ട്. ജനറൽ ക്രോസിംഗ് ഉണ്ട്. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ചെക്കിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഇടുക. അതിനിടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് നെഗോഷ്യബിൾ എന്നോ ആൻഡ് കമ്പനി എന്നോ എന്ത് വേണമെങ്കിലും ചേർക്കാം. സോ ആ ഇടയിൽ ചേർക്കുന്ന വാക്കുകളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് എന്തുണ്ടായിരിക്കണം? രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഉണ്ട് എങ്കിൽ എ ചെക്ക് ഫേസ് കണ്ടെയ്ൻ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ, അത് വന്നു കഴിഞ്ഞാൽ ജനറലി അതിനെ വിളിക്കുന്ന പേരെന്താണ്? ജനറൽ ക്രോസിംഗ് എന്നാണ്. ഇനി ആ പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിന്റെ ഇടയിൽ ഒരു ബാങ്കിന്റെ പേരെഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ക്രോസിംഗ്. സോ എന്റെ ചോദ്യം ഇതാണ്, സ്പെഷ്യൽ ക്രോസിംഗിൽ നിർബന്ധമായും വേണ്ടത് ബാങ്കിന്റെ പേരാണ്. സ്പെഷ്യൽ ക്രോസിംഗിൽ നിർബന്ധമായും വേണ്ടുന്നത് ബാങ്കിന്റെ പേരാണ്. എന്റെ ചോദ്യം ഇതാണ്, ഒരു സ്പെഷ്യൽ ക്രോസിംഗിൽ പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ആവശ്യമാണോ? മീൻസ് ആവശ്യമാണോ വെച്ചാൽ മാൻഡേറ്ററി ആണോ അല്ലയോ? മാൻഡേറ്ററി ആണോ അല്ലയോ? അല്ല. അതായത് സ്പെഷ്യൽ ക്രോസിംഗ് വരുമ്പോൾ മാൻഡേറ്ററി അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓപ്ഷൻ എയിൽ മസ്റ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അത് തെറ്റല്ലേ?
അത് തെറ്റല്ലേന്ന് വെച്ചാൽ വേണമെങ്കിൽ സ്പെഷ്യൽ ക്ലോസിംഗ് എടുത്തു വെച്ചുകൊണ്ട് നമുക്കത് തെറ്റാണെന്ന് സമർത്ഥിച്ചൂടെ? എന്നാൽ അതേസമയം ജനറൽ ക്ലോസിംഗ് വെച്ചുകൊണ്ട് ശരിയാണെന്നും പറയാം. സ്പെഷ്യൽ ക്ലോസിംഗിൽ 2 വരെ ഇട്ടുകൂടാവുന്നില്ല, പക്ഷേ അത് മാൻഡേറ്ററി ഒന്നുമല്ല. സ്പെഷ്യൽ ക്ലോസിംഗിൽ മാൻഡേറ്ററി അല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നാമത്തെ ഓപ്ഷനിൽ കൺഫ്യൂഷൻ വന്നാൽ എപ്പോഴാ? ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ എഴുതിയിരിക്കുന്ന ഷുഡ് ബി ബിറ്റ്വീൻ 2 പാരലൽ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി തെറ്റാണ്. ബട്ട് ഷുഡ് ഹാവ് എ 2 പാരലൽ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സെന്റൻസ് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണെങ്കിലും അതിനകത്തൊരു ചെറിയൊരു തരത്തിൽ വേണമെങ്കിൽ ആർഗ്യുമെന്റ് തിരിച്ചു വെക്കാൻ ഒരു സ്കോപ്പ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ആർഗ്യുമെന്റ് പറയാൻ പറ്റാത്ത ഒരു പോയിന്റ് ഓപ്ഷൻ ബി ആണ്. സോ ഇറ്റ്സ് മസ്റ്റ് ബി ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. അപ്പൊ ആൻസർ തിരിച്ചു വന്നായിരുന്നെങ്കിൽ ആൻസർ ഏതായനെ? ഓപ്ഷൻ ബി മസ്റ്റ് ബി ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക് എന്നായനെ കേട്ടോ. സോ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ട് ആൻസർ അങ്ങനെ വന്നതെന്ന് പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാൻ കുഴപ്പമില്ല. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാലും മതി. ഓക്കെ, അത് വിട്ടേക്കാം. ദെൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ക്ലോസിംഗ് ആയാലും ജനറൽ ക്ലോസിംഗ് ആയാലും മീൻസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് 2 സ്പെഷ്യൽ ക്ലോസുകൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അതിനെ വിളിക്കുന്ന പേരെന്താന്ന് പറയാമോ? ഡബിൾ ക്രോസിംഗ്. ഡബിൾ ക്രോസിംഗ് എന്നാണ്. ഡബിൾ ക്രോസിംഗ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാ, ഞാൻ ആദ്യമേ SBIയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ക്ലോസ് ഇട്ടിട്ട് SBI എന്ന് എഴുതി വെച്ചു. ഒരു സ്പെഷ്യൽ ക്ലോസ് ഇട്ടു, ഞാൻ എന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ ക്ലോസ് ഇട്ടു, ഞാൻ SBI എന്ന് എഴുതി വെച്ചു. നിങ്ങൾ SBI കൊണ്ട് കൊടുക്കാൻ നേരത്തെ SBIയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഇല്ല. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. ആ പഞ്ചാബ് നാഷണൽ ബാങ്ക് SBIയുടെ ഒരു ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് SBIയുടെ ചെക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓൾറെഡി ഞാനൊരു സ്പെഷ്യൽ ക്ലോസ് ഇട്ട് തന്നു SBI, അതിന്റെ താഴെ ഒരു അനദർ സ്പെഷ്യൽ ക്ലോസ് നിങ്ങൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് എഴുതിയാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 2 സ്പെഷ്യൽ ക്ലോസ് അവിടെ വന്നില്ലേ? ഇത്തരത്തിൽ 2 സ്പെഷ്യൽ ക്ലോസ് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ക്രോസിംഗ്. സോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇനി ഡബിൾ ക്രോസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ബാങ്ക് ആരാ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ല, SBI എന്ന് ക്രോസ് ഇട്ട് SBI എന്ന് ലൈൻ ഇടാതെ ഞാൻ എഴുതി തന്നു. സോ SBI എഴുതി തന്നല്ലോ. സോ ആ SBI പ്രൈമറി ബാങ്ക് ആണ്. രണ്ടാമത് എഴുതുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇവിടെ രണ്ടാമത്തെ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒന്നാമത്തെ ബാങ്കായ SBIയുടെ ആരാണ്? ഏജന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇൻ എ ഡബിൾ ക്ലോസിംഗ് സെക്കൻഡ് ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ഫസ്റ്റ് ബാങ്ക്. അതൊന്ന് ഓർത്തിരിക്കുക. ഇൻ ഡബിൾ ക്ലോസിംഗ് സെക്കൻഡ് ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ഫസ്റ്റ് ബാങ്ക്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻ ഡബിൾ ക്ലോസിംഗ് സെക്കൻഡ് ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ഫസ്റ്റ് ബാങ്ക്. ദെൻ ഒരു ക്രോസിംഗ് ഇല്ലാതാക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ഒരു ചെക്കിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രോസിംഗ് ഇല്ലാതാക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് എന്നാണ്. ഓപ്ഷനകത്ത് ക്യാൻസലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതരുത്. ആൾട്ടറിങ്ങോ ക്യാൻസലിങ്ങോ ഉണ്ടെങ്കിൽ എഴുതരുത്. ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് ആണ് എന്നെന്ന് പറയുന്നത് ഒരു ക്ലോസിംഗിനെ ഇല്ലാതാക്കുന്നു. ഓക്കെ, സോ 8:30 തൽക്കാലം നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇതിന്റെ ബാക്കി എടുത്തു തരുന്നതായിരിക്കും.